ഹായ് ഹലോ എല്ലാവരും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് റിലേറ്റഡ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ഫുഡ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വിയേർഡ് ഫുഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട്, ഓർമ്മയില്ലേ? അപ്പോൾ അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അതായത് ഞാൻ ഒരു 8 ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ആ 8 ഐറ്റംസും വെച്ചിട്ട് ഞാൻ ഒരു 7 ഡിഫറെൻറ്റ് കോമ്പിനേഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതും ആരും ഇതുവരെ ചെയ്യാത്തതെന്ന് ഞാൻ കരുതുന്ന കോമ്പിനേഷൻസ് ആണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ മാഗീൻ്റെ കപ്പ് നൂഡിൽസ്, മാഗീൻ്റെ തന്നെ ടൊമാറ്റോ സോസ്, ഫ്രൂട്ടി, പിന്നെ ഹാപ്പീൻ്റെ മിക്സഡ് ഫ്രൂട്ട് ജാം, പിന്നെ ഒരു വലിയ കഷ്ണം ഒരു മഞ്ച്, പിന്നെ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഐസ്ക്രീമാണ്, അത് നമ്മുടെ മെർസലീസിൻ്റെ സ്പാനിഷ് ഡിലൈറ്റ് ഫ്ലേവർ. അപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റാങ്കിങ് പറയാം. അപ്പോൾ ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടോളൂട്ടാ. പിന്നെ ഇനി വരാൻ പോണ വീഡിയോയിൽ കുറച്ച് ക്യാമറയുടെ സെറ്റിങ്സിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ തല കാണാണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ച് അവസാനം വരുന്ന കണ്ടോൾ നല്ല എൻ്റർടൈൻമെൻ്റ് ആക്കിയിട്ട് ഞാൻ അത് എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ എബിൻ, ER7 മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മഞ്ച് മയോണൈസിൽ മുക്കി കഴിക്കാൻ പോകണതാണ് കേട്ടോ. മയോണൈസിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഈ അടുത്ത് നിങ്ങൾ കുറേ ന്യൂസ് കണ്ടിട്ടുണ്ടാവും, മയോണൈസ് കാരണം ഫുഡ് പോയ്സൺ അടിച്ചിട്ട്. ആദ്യമായിട്ടല്ല, കുറേ നാളായിട്ടുണ്ട്, എന്നാലും ഈ അടുത്ത് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ. അപ്പോൾ നമ്മൾ പതുക്കേന് മഞ്ച് എടുക്കുന്നു, ചെറിയ കഷ്ണം പൊട്ടിച്ച്, ചെറിയൊരു മഞ്ച് കഷ്ണം പൊട്ടിച്ചെടുക്കുന്നു. അത് നമ്മൾ മയോണൈസിൽ നല്ല രീതിക്ക് ഒന്ന് മുക്കി പുരട്ടിയെടുക്കാൻ പോകണ്ട. ആഹാ, ഓക്കെ. അപ്പോൾ നമ്മൾ മയോണൈസ് മഞ്ചിൽ മുക്കിയത് ടെസ്റ്റ് ചെയ്യണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒന്നുകൂടി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. വീണ്ടും ഒരു ചെറിയ കഷ്ണം പൊട്ടിച്ചെടുക്കുന്നു. വീണ്ടും മയോണൈസിൽ മുക്കുന്നു. ഓഹോ, മയോണൈസിൽ മുക്കിയിട്ട് കഴിച്ചു നോക്കാട്ടാ. അടിപൊളി സാധനം. നിങ്ങൾ വേണമെങ്കിൽ താല്പര്യം ടെസ്റ്റ് ചെയ്ത് നോക്കോട്ടാ. നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയാൻ പോണത് നമ്മുടെ ഈ മാഗിയുടെ കപ്പ് നൂഡിൽസ്. അപ്പോൾ അതിലത്തെ മാഗിയിൽ നമ്മൾ കുറച്ച് മയോണൈസ് ഇട്ട് കഴിക്കാൻ പോവാം. അപ്പോൾ നമുക്ക് മയോണൈസ് എടുക്കാം. ഓക്കെ, അപ്പോൾ മയോണൈസ് റെഡി, നമ്മുടെ മാഗിയും റെഡി. നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ എടുക്കുന്നു, ഇതിലേക്ക് ഇടുന്നു. കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇത് മതി. അപ്പോൾ നമുക്ക് മാഗി പിന്നെയും കുറച്ചുകൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു, മാഗി മയോണൈസും. നല്ലൊരു എന്താ പറയുക, ഒരു പായസത്തിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഇതിന് കണ്ട. അപ്പോൾ നമ്മൾ ഇനി മാഗിയും മയോണൈസും ആട്ടി എന്ത് രസം, അടിപൊളി ടേസ്റ്റ്. ഞാൻ ഇന്ന് ചെയ്ത വീഡിയോയിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് വിചാരിച്ചത് മഞ്ചും മയോണൈസും ഉള്ള സംഭവമായിരുന്നു. അത് മയോണൈസിൽ മഞ്ച് മുക്കി വെച്ചത്. പക്ഷെ ഇതതിനെ കടത്തി വെട്ടി ഒരു പടി മേളിൽ നിൽക്കണപ്പോൾ എന്തു രസം. നിങ്ങൾക്ക് വല്ലപ്പോഴും ഇങ്ങനെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ചെയ്തു പോയിക്കോട്ടാ.
സൂക്ഷിച്ചും കണ്ട് വേണം. മയണൈസിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്തോളാം. എന്ത് രസം അറിയോ, അടിപൊളി ടേസ്റ്റ്. അമ്മോ ഓണായി പോണ്ട്. ഒരു രക്ഷയില്ല, കിടില സാധനം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വീണ്ടും മയോണൈസാണ്. മയോണൈസിലേക്ക് നമ്മൾ ഈ സൺഫീസ്റ്റിന്റെ ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ്, ഇത് ചോക്ലേറ്റ് എന്തോ വെള്ള ക്രീമുള്ള ബിസ്ക്കറ്റ് കേട്ടോ, ഡാർക്ക് ഫാന്റസിയുടെ വെള്ള ക്രീമുള്ള ബിസ്ക്കറ്റ് നമ്മൾ മയോണൈസിൽ മുക്കി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഒരു വട്ടം ഇങ്ങനെ മുക്കി തിരിച്ച് വീണ്ടും മുക്കി, ഇനി നമ്മൾ അതിനെ എടുക്കുന്നു. പോണ്ട, ഇല്ല, ഡാർക്ക് ഫാന്റസിയും മയോണൈസും. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ പറയാൻ മാത്രമായിട്ടൊരു ഇതില്ല. ജസ്റ്റ് ഒരു നോർമൽ, അതിൻ്റെയും ഇതിൻ്റെയും ടേസ്റ്റും അത്രയ്ക്ക് കണ്ട് വരുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്രൂട്ടി എടുക്കുന്നു. ആ ഫ്രൂട്ടിയിലേക്ക് വീണ്ടും ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ് നമ്മൾ മുക്കുന്നു, രണ്ടാമത് മുക്കുന്നു, ഒന്നും കൂടി മുക്കുന്നു. നൈസ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നുകൂടി വെച്ചോട്ടെ. ഡാർക്ക് ഫാന്റസി, ഫ്രൂട്ടി, മൂന്ന് നമുക്ക് ഇത് രസമുണ്ട്. കുറച്ച് ഫ്രൂട്ട് കഴിക്കുന്നത് കുഴപ്പമില്ല. ഒരു താരക്കയില്ലാത്തൊരു കോമ്പിനേഷൻ എന്ന് പറയാൻ പറ്റുമോ. ഇനി നമ്മുടെ അടുത്ത കോമ്പിനേഷൻ പറയാൻ പോണത് നമ്മുടെ ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് നമ്മൾ ഈ മെർസലീസിൻ്റെ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമിൽ മുക്കി കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ആ കോമ്പിനേഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം റെഡിയാണ്. നമ്മളതിലേക്ക് മാഗിയുടെ ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിക്കുകയാണ്. പോട്ടെ വാട്ടർ എന്തൊക്കെ അമൗണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് ഒഴിക്കും. സോസ് മാറ്റി വയ്ക്കാം. അതിന് നമുക്ക് ഇതിനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. നല്ല രസമാണ്, കുഴപ്പമില്ല. നല്ല അടിപൊളി കോമ്പിനേഷനാണ്, സർട്ടിഫൈഡ്. നൈസ്. നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും മാഗി എടുത്തിട്ടുണ്ട്. ഈ മാഗിയിൽ നമ്മൾ ഹാപ്പിയുടെ മിക്സഡ് ഫ്രൂട്ട് ജാം ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിൽ കുറച്ച് ജാം ഇടാം കേട്ടോ. കുറച്ചുകൂടി ജാം കൊടുക്കാം. ഡിസ്കോ. ഇനി മാഗിയും മാഗിയും ജാമും നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ കുറേ നേരത്തെ നമ്മുടെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഒരുവിധം നമ്മളിതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, മാഗിയും ജാമും. നമുക്കിനി മാഗിയും ജാമും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുവരെയുള്ളതിൽ മാഗിയും മയണൈസായിരുന്നു ഫസ്റ്റ് നിൽക്കണ്ടായിരുന്നത്. ഇനി അടുത്തത് മാഗിയും ജാമും. കൊള്ളാം, നന്നായിട്ട്. പക്ഷെ നമ്മുടെ മാഗി മയണൈസിനും വെട്ടിക്കില്ല. മഞ്ജു മയണൈസിന് താഴെ മൂന്നാം സ്ഥാനം നമുക്കിതിന് കൊടുക്കാം കേട്ടോ. കൊള്ളാം. ഇതുവരെയുള്ളൊരു തേർഡ് സ്ഥാനം ഞാൻ കൊടുത്തു കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഫൈനൽ കോമ്പിനേഷൻ എന്ന് പറയാൻ പോകുന്നത് സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീമും വീണ്ടും
മാഗിനെ നമ്മൾ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്തെടുക്കും. നമ്മളപ്പോൾ വീണ്ടും മാഗീനെ കുറച്ച് ഐസ്ക്രീമിലിടുന്നു, മാഗീനെ മാറ്റി വയ്ക്കുന്നു, മാഗിയും ഐസ്ക്രീമും സ്പാനിഷ് ലൈറ്റ്. യെസ്, കഴിച്ചോ. പോരാ, മുന്നത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഒക്കെ എല്ലാം പോയി. ഒരു വൃത്തികെട്ട കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് വൈസ് ഒരു കാര്യമില്ലാത്ത കോമ്പിനേഷനായി. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കോമ്പിനേഷൻസ്? അപ്പോൾ ആക്ച്വലി ഞാൻ ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് കഴിച്ചിട്ട് എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, ജീവനോടെ തന്നെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റാങ്കിങ് ഞാൻ കഴിച്ചത് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ടേസ്റ്റ് വൈസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു റാങ്കിങ് ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ റാങ്കിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പൊസിഷൻ ഞാൻ കൊടുക്കുന്നത് മാഗിക്കും മയണൈസിനുള്ള ആ ഒരു കോമ്പിനേഷനാണ്. കിണ്ണ സാധനം എന്ന് പറഞ്ഞൊരു കിട്ടുന്ന കോമ്പിനേഷനായിരുന്നു അത്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എപ്പോഴെങ്കിലൊക്കെ മയണൈസ് നല്ലത്, കുഴപ്പമില്ലാത്തത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല, ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ബാക്കി ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ഈ മാഗി ഇട്ട് കഴിച്ചു നോക്കും. അടിപൊളി കോമ്പിനേഷനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പൊസിഷൻ കൊടുക്കുന്നത് മാഗിക്കും മയണൈസിനാണ്. സെക്കൻഡ് ഞാൻ അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് മഞ്ചും മയണൈസിനാണ് കേട്ടോ. അത് ഞാൻ ആദ്യം മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ മഞ്ചും മയണൈസ്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വലിയ വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ എൻ്റെ വന്നത്. അപ്പോൾ ഞാൻ മഞ്ചും മയണൈസൊക്കെ ഇഷ്ടമായപ്പോഴാണ് ഞാൻ അതിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് സംഭവം ഇട്ടത്. പക്ഷേ മാഗിയും മയണൈസും കഴിച്ചപ്പോൾ മഞ്ച് താഴേക്ക് വന്നു. അപ്പോൾ ഫസ്റ്റ് മാഗിയും മയണൈസും, സെക്കൻഡ് പൊസിഷൻ വരുന്നത് മഞ്ചിനും മയണൈസിനാണ് കേട്ടോ. തേർഡ് പൊസിഷൻ വരുന്നത് അത് കഴിഞ്ഞിട്ട് കഴിച്ച മാഗിയും മിക്സഡ് ഫ്രൂട്ട് ജാമും. അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയാം, പക്ഷെ ഒരു ചെറിയൊരു മധുരം ഒക്കെ വരുമ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഞാൻ ആദ്യം അത്രയ്ക്ക് ഇഷ്ടമായില്ല, പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ബാക്കി വന്നപ്പോൾ വീണ്ടും ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ റാങ്കിങ് മുകളിലേക്ക് കയറ്റിയത്. 3-ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ മാഗിക്കും മിക്സഡ് ഫ്രൂട്ട് ജാം കേട്ടോ. അത് കഴിഞ്ഞ് 4th പൊസിഷൻ ഞാൻ കൊടുക്കാൻ പോണത് ഫ്രൂട്ടിക്കും ബിസ്ക്കറ്റിനും. അതും നല്ല അത്യാവശ്യം ഒരു എന്താ പറയുക, മധുരം നമുക്ക് ഫീൽ ചെയ്യേണ്ടതിൽ. ആക്ച്വലി മധുരമാണ് രണ്ടും, പക്ഷെ ആ ക്രീമില്ലേ, ആ ക്രീമിലേക്ക് ഫ്രൂട്ടിയുടെ ജ്യൂസ് കൂടി കയറുമ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ഇതല്ലേ ബിസ്ക്കറ്റിൻ്റെ ഇത് വരുന്നത്, അപ്പോൾ അതിൽ ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ എന്താ പറയുക, ആ ഒരു സംഭവം വരുമ്പോൾ നമുക്കത് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ലതാണ്. 4th പൊസിഷൻ ഞാൻ അതിനാണ് കൊടുത്തിട്ടുള്ളത്, ഫ്രൂട്ടിക്ക് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് കേട്ടോ. അത് കഴിഞ്ഞ് 5-ാം സ്ഥാനം ഞാൻ കൊടുക്കാൻ പോണത് ബിസ്ക്കറ്റ് മയോയിൽ മുക്കി കഴിച്ചത്. അതായത് ഡാർക്ക് ഫാൻറ്റസി മയോയിൽ മുക്കി കഴിച്ചതാണ് ഞാൻ 5-ാം സ്ഥാനം കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ചത് മഞ്ച് മയണൈസ് പോലത്തെ ഒരു ഫ്ലേവർ ആയിരിക്കും എന്നാണ്, പക്ഷേ മഞ്ച് മയണൈസ് പോലെയല്ല, കുറച്ച് താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 5-ാം സ്ഥാനം പോണത് മഞ്ചും അല്ല, ബിസ്ക്കറ്റും മയണൈസും. 6-ാം സ്ഥാനം പോകുന്നത് ആർക്കാണ്? സോസിനും ഐസ്ക്രീമും. ടൊമാറ്റോ സോസ് നമ്മൾ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഐസ്ക്രീമിലിട്ട് കഴിച്ചതിനാണ് ഞാൻ 6-ാം സ്ഥാനം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഒരു കോമ്പിനേഷൻ കുഴപ്പമുണ്ടായില്ല, നല്ല നൈസ് കോമ്പിനേഷനാണ്. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു മെച്ചപ്പെട്ടൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കാരണം ഞാൻ അതിന് 6-ാം സ്ഥാനം കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കോമ്പിനേഷൻ കൊടുക്കാൻ പോകുന്നത് ഞാൻ മാഗിക്കും ഐസ്ക്രീമും. ഇത്ര ശോകം പിടിച്ചൊരു കോമ്പിനേഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ. എൻ്റെ പൊന്നോ, പലതരം കോമ്പിനേഷൻ ഞാൻ ഇതിനു മുന്നേ, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്തതിനെക്കാട്ടൊരു വൃത്തികെട്ടൊരു കോമ്പിനേഷനായിട്ട് ഞാൻ ഇതിനെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഐസ്ക്രീമിൽ ആരും മാഗി ഇട്ട് കഴിക്കരുത്, കൊള്ളൂല. നിങ്ങൾ കഴിക്കാറില്ലെന്നറിയാം, എന്നാലും ആർക്കെങ്കിലും ഇപ്പം ഞാൻ ഇത് ചെയ്യണം കണ്ടിട്ട് ചെയ്യാൻ തോന്നിയാലോ, ചെയ്യരുത്. വൃത്തികെട്ട കോമ്പിനേഷൻ. മാഗിയിൽ മയണൈസും ഇട്ട് കഴിച്ചു, അതൊക്കെ ഇടില്ല സാധനം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇല്ലേ? നിങ്ങൾക്ക് ഇനി അത് ട്രൈ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഫുഡ് അലർജി സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിന്നെ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും ഞാൻ ചെയ്ത് കാണിക്കണം എന്ന് തോന്നുന്ന എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ
അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ ഇനി വരാൻ പോകുന്ന കോമ്പിനേഷൻസിൽ ഞാൻ അത് അടിപൊളിയായിട്ട് കാണിച്ചു തരാം. പിന്നെ പറയുമ്പോഴും അതിൽ വയറിന് അസുഖം വരുന്ന രീതിയിൽ പറയരുത്, അറിയാലോ, പണി കിട്ടുന്നത് പറയരുത്. മെയിനായിട്ട് കോമ്പിനേഷൻ അല്ലാത്തത് പറയുന്ന സംഭവമല്ല, അലുവയും മത്തിക്കറി, അത് അങ്ങനത്തെ ഒക്കെ കോമ്പിനേഷൻ പറഞ്ഞു, അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചോട്ടിലെ ചുമല ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കണിൽ മണി അടിച്ച് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യണ പുതിയ വീഡിയോ ഇതേപോലെ കോമ്പിനേഷൻസും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനിയൊന്നും പറയില്ല. അപ്പോൾ ഇതേപോലെ പുതിയ കോമ്പിനേഷൻ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.